ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആപ്സ്റ്റർ കോമ്പാക്റ്റിൻ്റെ ഏറ്റവും വലിയ അപ്ഡേറ്റ് ആയിട്ടാണ്. കാരണം ഇതിനകത്ത് ഏണിങ്സ് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് വരുമ്പോൾ എലിജിബിലിറ്റീസ് ഉണ്ടാവും കുറേയും. അതിനകത്തേക്കുള്ള ഫുൾ ഡീറ്റെയിൽസും എല്ലാം നമുക്ക് നോക്കാം. അപ്പോൾ ഹോം സ്ക്രീനിലാണ് വന്നിട്ടുള്ള അപ്ഡേറ്റ്. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവതാസിൽ കുറേ അവതാസ് ടൈം ലിമിറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇന്ന ടൈമിൽ മാത്രം കാണിക്കാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം എല്ലാവരും 1,000,000 ഒരു അവതാസിൻ്റെ പ്രൈസ് വന്നത്. ഏകദേശം 10ഓളം ഉണ്ട്. ആ 10 നിങ്ങൾ മസ്റ്റായിട്ട് വാങ്ങിക്കുക. ഇതിനകത്ത് സീരിയസ് ആയിട്ട് നിൽക്കണവർ മസ്റ്റായിട്ട് വാങ്ങാം. കാരണം നമ്മൾ ഈ വീഡിയോ കഴിഞ്ഞാകുമ്പോൾ നിങ്ങൾക്ക് അത് എന്തിനാണെന്ന് മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് അത് വാങ്ങാം. ഞാൻ എന്തായാലും എല്ലാം പർച്ചേസ് ചെയ്യുന്നുണ്ട്. 10 അവതാസും ഞാൻ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏകദേശം 10 മില്യൺ. ആ 10 മില്യൺ കൊടുത്ത് ഞാൻ അത് വാങ്ങും. എന്തായാലും മസ്റ്റായിട്ട് വാങ്ങും. കാരണം ഇതിൻ്റെ യൂസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവിധ അപ്ഡേറ്റ്സിനും വേണ്ടി നമ്മുടെ ചാനൽ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്ന എല്ലാവരും ഈ കാർഡ്സൊക്കെ വാങ്ങാം. കാരണം ടൈം ലിമിറ്റ് ആയിട്ടുള്ള കാർഡ് ആ ടൈം കഴിയുമ്പോൾ അത് പോകും. നമുക്ക് പിന്നെ പർച്ചേസ് ചെയ്യാൻ പറ്റില്ല. അത് നിങ്ങൾ മനസ്സിലാക്കി അത് വാങ്ങാം. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ വീഡിയോ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമുക്ക് അപ്പോൾ എല്ലാ കാർഡ്സും വാങ്ങാം. ഞാൻ എന്തായാലും എല്ലാ കാർഡ്സും വാങ്ങുന്നുണ്ട്. നിങ്ങളും പർച്ചേസ് ചെയ്യുക. മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്യുക. കാരണം എയർ ഡ്രോപ്പ് പ്രതീക്ഷിക്കുന്നവർക്ക് ഈ കാർഡിൻ്റെ ഇമ്പോർട്ടൻസ് ഈ വീഡിയോ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. നിങ്ങളത് മസ്റ്റായിട്ടും പർച്ചേസ് ചെയ്തിരിക്കണം. അപ്പോൾ നിങ്ങൾ എയർ ഡ്രോപ്പ് എലിജിബിലിറ്റി ആവുള്ളൂ. നിങ്ങൾ ചില കാർഡ് പർച്ചേസ് കഴിയുമ്പോൾ ഇതുപോലത്തെ മെസ്സേഞ്ചർ ഒരു സംഭവം വരും. അതിനകത്ത് നിങ്ങൾ പർച്ചേസ് ചെയ്ത ഏത് സ്കിന്നാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്നുള്ള ഇത് വരും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ സ്കിന്ന് വന്നിട്ടുണ്ട്. സ്കിന്നിൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്താണെന്നൊക്കെ നമുക്ക് ഈ വീഡിയോ തന്നെ നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ അതിന് തന്നെ നമുക്ക് എല്ലാം കാർഡും പർച്ചേസ് ചെയ്യാം. ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു മസ്റ്റായിട്ട് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഡോഗ് കോയിൻ്റെയും ബ്ലൂമിൻ്റെയും അതുപോലെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള വിഡ്രോവൽ വന്നിട്ടുള്ളതിൻ്റെയും അല്ലെങ്കിൽ എന്ന് വരും എന്നുള്ള ഫുൾ വീഡിയോസ് നമ്മളിപ്പോൾ തന്നെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ കേസ് എല്ലാം കയറി ഒന്ന് കാണാം. അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോഗ് കോയിൻ ഈ അടുത്ത് തന്നെ ലിസ്റ്റിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശം എത്ര പ്രൈസാണ് ഒരു കോയിൻ്റെ വില എന്നൊക്കെ ഉള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും അതൊക്കെ ഒന്ന് കയറി കാണാം. അപ്പോൾ കേസ് നമുക്ക് അടുത്ത സ്കിൻ കിട്ടിയിട്ടുണ്ട്. ഗോൾഡാണ് കിട്ടിയിട്ടുള്ളൂ. കാരണം നമ്മൾ ഏകദേശം എത്ര സ്കിന്ന് വാങ്ങുന്നു അതിനനുസരിച്ചാണ് നമുക്ക് ഓരോ കാർഡ് കിട്ടുന്നത്. ഗോൾഡും അതുപോലെ സ്കിന്നൊക്കെ കിട്ടുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഏകദേശം എത്ര കാർഡ് വാങ്ങണമെന്നതിനനുസരിച്ച് നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോൾ ഇത്രയും വില കുറച്ച് ഉള്ള കാർഡാണ്. 1 മില്യൺ കൊടുത്ത ഒരു എന്താ പറയുക ഒരു അവതാർ കിട്ടും. അപ്പോൾ നമുക്കത് ലാഭമാണ്. എന്തുകൊണ്ടും ഇത് നമുക്ക് പർച്ചേസ് ചെയ്യണം. കാരണം ഇതിനകത്തുള്ള ഫുൾ വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഏകദേശം ഇതിനകത്തുള്ള എലിജിബിലിറ്റിയാണ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ നമുക്കിപ്പോൾ തന്നെ ഒരു കാർഡ്സിൻ്റെ കളക്ഷൻ ഉണ്ട് ഇതിനകത്ത് നിന്ന് കാണിച്ചു തരാം. അതായത് ഇപ്പോൾ ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം നമുക്ക് ഇതിനകത്ത് ഫസ്റ്റത്തെ അപ്പർ കാർഡ്സ് എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ ഏകദേശം 200 കാർഡ് നമ്മൾ ഇതിനകത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മുടെ മൈനിങ്ങിൽ 200 കാർഡ് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് ഫുള്ളാവുമ്പോൾ ഏകദേശം ഇതിനകത്ത് പിന്നെ അതിൻ്റെ അടിയിൽ അപ്പർ കാർഡ് ടു ലെവൽ 15 എഴുതിയിട്ടുണ്ട്. അതായത് നമ്മൾ ഏകദേശം എത്ര കാർഡിൽ ലെവൽ 15 എത്തിയിട്ടുണ്ടെന്നാണ്. ഞാൻ ആകെ 25 കാർഡിൽ മാത്രമാണ് ലെവൽ 15 എത്തിയിട്ടുള്ളൂ. അങ്ങനെ ഏകദേശം എല്ലാ അതിലടിയിൽ അതിനകത്ത് കൊടുത്തിട്ടുള്ള എല്ലാ ക്രൈറ്റീരിയസും നമ്മൾ കംപ്ലീറ്റ് ചെയ്താലായിരിക്കും മിക്കവാറും നമുക്ക് എയർ ഡ്രോപ്പ് കിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ കയറി നോക്കി കളക്ട് ചെയ്യാൻ നോക്കുക. അതിനകത്ത് സീരിയസ് ആയിട്ട് നിൽക്കുന്നവർ. പിന്നെ അപ്പർ കാർഡ് 25 ലെവലാക്കി. 25 ലെവൽ എന്ന് പറയുമ്പോൾ ഏകദേശം 100 മില്യനൊക്കെയാണ് കാർഡിൻ്റെ പ്രൈസ് വന്നത്. അതൊന്നും ഞാൻ ഒട്ടും ആക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ അത്ര സീരിയസ് ആയിട്ട് ആപ്സ്റ്റർ കോമ്പാക്റ്റിനെ കാണുന്നില്ല. കാരണം വലിയൊരു എമൗണ്ട് ഇതിന് കിട്ടാൻ വഴിയില്ല എന്ന് എനിക്കറിയാം. അതുമാത്രമല്ല ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണ്. അതിന് ഏകദേശം 1,00,000 പ്ലേസ് ആദ്യം നിൽക്കുന്ന 1,00,000 പ്ലേസിന് മാത്രമായിരിക്കും മിക്കവാറും ഇതൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവുള്ളൂ. അവർക്ക് മാത്രമായിരിക്കും ചിലപ്പോൾ ഇതിനകത്ത് എയർ ഡ്രോപ്പിന് എലിജിബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യണം. ഏകദേശം 100 ഫ്രണ്ട്സിനൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അല്ലെങ്കിൽ ഇതിനകത്ത് ഏതെങ്കിലും 4 എണ്ണമെങ്കിലും ഫുള്ളും എല്ലാത്തിനും കംപ്ലീറ്റ് ചെയ്ത് വെച്ചാലാണ് ഏകദേശം ഒരു അത്യാവശ്യം ഒരു എമൗണ്ട് ഇതിൽ നിന്ന് കിട്ടുള്ളൂ. അത് ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മാത്രം നിൽക്കാണ്ട് ഡോഗ് കോയിനും ബ്ലൂമിലൊക്കെ കയറി നല്ലൊരു ഏണിങ്സ് ഉണ്ടാക്കുക. ഇതിൻ്റെയൊക്കെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തൊക്കെ കയറി ഏണിങ്സ് ഉണ്ടാക്കുക. അതുപോലെ തന്നെ ഇതിനകത്ത് അൺലോക്ക് സ്കിന്ന് നമ്മൾ 10 അൺലോക്ക് ചെയ്തപ്പോൾ നമുക്ക് ഗോൾഡ് കിട്ടി. അത് കഴിയുമ്പോൾ അടുത്ത കാർഡ് കിട്ടും 10 കഴിയുമ്പോൾ. അതിനൊക്കെ നല്ല കാശാണ്, നല്ല പോയിൻറ്റ്സാണ്. അപ്പോൾ നമ്മൾ പലരും ലെവലപ്പ് ചെയ്യാൻ വേണ്ടി നോക്കിയിരിക്കും. പിന്നെ പ്രോഫിറ്റ് പെർ ഹവർ 2 മില്യൺ ആക്കിയിട്ട് 3 മില്യൺ ആക്കി ഇങ്ങനെ മാക്സ് ആവും. അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽ വീഡിയോ ഞാൻ ഒരെണ്ണം പോലും അവരുടെ വീഡിയോ ഒന്നും കണ്ടിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പിന്നെ ടെലിഗ്രാമിൽ അക്കൗണ്ട് കയറാത്തതാണോ എന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നത് അതോ അല്ലെങ്കിൽ 200 ദിവസം നമ്മളിതിനകത്ത് എല്ലാ ദിവസവും ഒന്ന് ചെക്ക് ഇൻ ചെയ്യണമെന്നാണോ എനിക്ക് മനസ്സിലായില്ല. അത് കംപ്ലീറ്റ് ചെയ്താലാണ് ചിലപ്പോൾ ഇതൊക്കെ ഫുൾ കംപ്ലീറ്റ് ചെയ്താലായിരിക്കും മിക്കവാറും എൻ്റെ ഒരു പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്താലായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് എയർ ഡ്രോപ്പിനുള്ള എലിജിബിലിറ്റി കിട്ടുള്ളൂ. കാരണം അത്രയും 250 സംതിങ് പ്ലേയേഴ്സാണ് ആപ്സ്റ്റർ കോമ്പാക്റ്റ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും കൂടി എയർ ഡ്രോപ്പ് കൊടുക്കാൻ ഒരു സാധ്യതയില്ല.
അതെന്നെ പോലെ നിങ്ങൾക്കും അറിയാമെന്ന് എനിക്കറിയാം. അപ്പോൾ നിങ്ങൾ അത് മണ്ടത്തെ കാണിച്ചതിനകത്ത് മാത്രം കയറിയിരിക്കാണ്ട് എല്ലാത്തിലും കയറാം. അപ്പോൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കിട്ടാൻ സാധ്യതയുള്ള നല്ലൊരു എമൗണ്ട് കിട്ടാൻ സാധ്യതയുള്ള എയർ ഡ്രോപ്സിൻ്റെ അല്ലെങ്കിൽ ടെലിഗ്രാം മൈനിങ്ങിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതിനകത്തൊക്കെ ഒന്ന് കയറാം. എന്നിട്ട് മാക്സിമം അതിനകത്ത് ഏർണിങ്സ് ഉണ്ടാക്കി നോക്കാം. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഡോക്കോയിനിൽ ഇതിലോട്ടും കയറാത്തവർ മാക്സിമം ഇപ്പോൾ തന്നെ കയറാൻ നോക്കുക. കാരണം ഏകദേശം ഈ 14-ാം തീയതിക്കുള്ളിൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും പുറത്തു വരും. കാരണം ഏകദേശം ഒരു കോയിൻ്റെ പ്രൈസ് എത്രയാണെന്നുള്ള ഫുൾ ഡീറ്റെയിൽസും അതുപോലെ തന്നെ എല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ അടുത്ത് വരുന്ന എല്ലാ ടെലിഗ്രാമിൻ്റെയും മൈനിങ്ങിൻ്റെ റിസൾട്ട് അല്ലെങ്കിൽ എയർ ഡ്രോപ്പ് അതിൻ്റെ വീഡിയോ ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കയറി കാണാം. എന്നിട്ട് നിങ്ങൾ ആപ്സ്റ്റർ കോമ്പാക്റ്റിൽ മാത്രം ഇരിക്കണമെന്നൊന്ന് ആലോചിച്ച് നോക്കുക. കേസ് നിങ്ങളെല്ലാവരും ഒന്ന് കാര്യമായിട്ട് ആലോചിച്ച് നോക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആപ്സ്റ്റർ കോമ്പാക്റ്റിൽ മാത്രം കയറി കഴിഞ്ഞാൽ ഇത് അങ്ങോട്ട് കിട്ടാണ്ടായി കഴിഞ്ഞാൽ വേറൊരു പ്രൊജക്റ്റ് കൂടി നമ്മളിപ്പോൾ ചെയ്യണമെങ്കിൽ ഇതിനകത്തുള്ള ബാക്കപ്പ് ചെയ്യാൻ പറ്റും. കാരണം അതിനകത്ത് കാശ് കിട്ടുമ്പോൾ നമുക്ക് പിടിച്ച് നിൽക്കാൻ പറ്റും. ഇപ്പോൾ രണ്ടിലും ഇല്ലെങ്കിൽ ഒന്നുമില്ലാത്ത അവസ്ഥയാവും. ആപ്സ്റ്റർ കോമ്പാക്റ്റിൻ്റെ ആൾക്കാർക്ക് എന്തായാലും നല്ലൊരു എമൗണ്ട് എന്തായാലും കിട്ടും. യൂട്യൂബ് ചാനലിൽ നിന്നും നല്ലൊരു എമൗണ്ട്. അതുപോലെ തന്നെ ഇവർ ഓരോ ദിവസം ഓരോ തേർഡ് പാർട്ടി ആപ്പൊക്കെ നമുക്ക് നമ്മൾ പ്രൊമോട്ട് ചെയ്യുകയാണ്. നമ്മൾ ഇവരൊന്നും ചെയ്യുകയാണ്. പിന്നെ ഒരുപാട് ടാസ്കുകളും ഇവർ കൊണ്ടുവരുന്നുണ്ട്. എല്ലാം നമ്മൾ ചെയ്യേണ്ടത്. ഇതിനകത്ത് നമുക്ക് എന്താ ഉപയോഗമെന്ന് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല. കാരണം ഇവർ ഓരോ ദിവസം ഓരോ ടാസ്കുകൾ കൊണ്ടുവരുന്നുകൊണ്ടിരിക്കുന്നു. നമ്മളത് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് കാശ് കിട്ടുന്നു. നമുക്ക് ഇതിനകത്ത് എന്താ കിട്ടണമെന്ന് വെച്ച് കാര്യം പറഞ്ഞാൽ ഒന്നും സാധനം നമുക്ക് കിട്ടുന്നില്ല. ഇതിനൊരു എയർ ഡ്രോപ്പ് വന്നതെന്ന് തന്നെ വിചാരിക്കും. നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഇത്ര നാൾ ഇതിനകത്ത് വർക്ക് ചെയ്തതിൻ്റെ ഒരു എമൗണ്ട് നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഇതിനകത്ത് അത്രക്കും പ്ലേയേഴ്സ് കൂടുതലാണ്. ഇതിനകത്ത് എല്ലാവർക്കും വിധിച്ചൊരു $1 തന്നെ വെച്ച് കൊടുത്താൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇവർ ഇത്രയും ടാസ്കുകളും അല്ലെങ്കിൽ പുതിയ ടാസ്കുകൾ കൊണ്ടുവരുന്നത്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് മാത്രം കയറാണ്ട് എല്ലാത്തിലും കയറി. ഇപ്പോൾ നമ്മൾ തന്നെ ഒരുപാട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഈ അടുത്ത് തന്നെ എയർ ഡ്രോപ്പ് വരാൻ സാധ്യതയുള്ള വീഡിയോസൊക്കെ നമ്മൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കയറി ജോയിൻ ചെയ്യുക. ഇനി തൊട്ട് ജോയിൻ ചെയ്താൽ പോലും നല്ലൊരു ഏർണിങ്സ് കിട്ടുന്ന പല ബോട്ടുകളും നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ കയറി വീഡിയോസ് കണ്ട് മനസ്സിലാക്കി ചെയ്ത് നോക്കുക. നല്ലൊരു ഏർണിങ്സ് കിട്ടും. ഇതൊക്കെ ആയ സ്ഥിതിക്ക് നമ്മൾ ആപ്സ്റ്റർ കോമ്പാക്റ്റിൻ്റെ വിഡ്രോവൽ വരെയുള്ള ഫുൾ ഡീറ്റെയിൽസ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.